Royal A2 Plus. Our classes. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഡയമെൻഷണൽ അനാലിസിസിൻ്റെ യൂസസ് ആയിരുന്നു. അതിന് ഒന്ന് നമ്മൾ പഠിച്ചു ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ. വാട്ട് വാസ് ദ പ്രിൻസിപ്പിൾ ദയർ? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. അതായത് ഈക്വൽ സൈനിൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈ സെയിം ആയിരിക്കണം. ദെൻ വി സേ ഇറ്റ് ഈസ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഉപയോഗിച്ചായിരുന്നു നമ്മൾ ഇക്വേഷൻ കറക്റ്റ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തത്. ഒന്ന് രണ്ട് ഇക്വേഷനൊക്കെ ഞാൻ തന്നായിരുന്നു, ഹോംവർക്കും തന്നായിരുന്നു. നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. ഒന്ന് v is equal to u plus at. ഇതായിരുന്നു ഒരു ഇക്വേഷൻ. v എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൈനൽ വെലോസിറ്റി. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, അന്ത്യപ്രവേഗം. u എന്ന് പറയുന്നത് ഇനിഷ്യൽ വെലോസിറ്റി, ആദ്യ പ്രവേഗം. a ആക്സിലറേഷൻ, t ടൈം. അപ്പോൾ ഈ ഇക്വേഷൻ റൈറ്റ് ആണോ റോങ് ആണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം യൂസിങ് ഡയമെൻഷണൽ അനാലിസിസ്, വിച്ച് വാസ് പ്രിൻസിപ്പിൾ വി ആർ യൂസിങ്. അതെ, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. അപ്പോൾ നമുക്ക് ടേക്കിംഗ് ഡയമെൻഷണൽ ഫോർമുല ഓൺ എയ്തർ സൈഡ്, രണ്ട് സൈഡിലും ഡയമെൻഷണൽ ഫോർമുല എടുത്ത് നോക്കാം. വെലോസിറ്റി L(t⁻⁻1) വെലോസിറ്റി തന്നെയാണ്. അടുത്ത സൈഡിലുള്ളതും വെലോസിറ്റി തന്നെയാണ്, പക്ഷേ ഇത് ഫൈനൽ വെലോസിറ്റി, ഇത് ഇനിഷ്യൽ വെലോസിറ്റി, അത്രയേ ഉള്ളൂ. L(t⁻⁻1) പ്ലസ് ആക്സിലറേഷൻ L(t⁻²), നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് ഇതൊക്കെ, ഇൻറ്റു t. അപ്പം എന്തായി? L(t⁻1) is equal to L(t⁻1) plus L(t⁻2) into t⁻1. ശരിയല്ലേ? അപ്പോൾ ഇത് L(t⁻1) പ്ലസ് L(t⁻1) എന്ന് നമുക്ക് കിട്ടി. ഇത് എക്സ് പ്ലസ് എക്സ് പോലെയല്ലേ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് എഴുതും 2 into L(t⁻1). ഡയമെൻഷണൽ ഫോർമുല എടുക്കുമ്പോൾ ഈ കോൺസ്റ്റന്റ്, ട്രിഗണോമെട്രിക് റിലേഷൻ, സൈൻ, കോസ്, ടാൻ, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതങ്ങ് കളയും. അപ്പോൾ ഈ LHS RHS ഈക്വൽ ആയില്ലേ? അപ്പോൾ ഇക്വേഷൻ കറക്റ്റ് അല്ലേ? ഇതുപോലെ നമുക്ക് തന്ന മറ്റൊരു ഇക്വേഷൻ ആയിരുന്നു S is equal to ut plus half at². അല്ലേ? എസ് എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെന്റ്, എൽ ആണ് അതിന്റെ സിമ്പൽ. ഈക്വൽ ടു യു ഇനിഷ്യൽ വെലോസിറ്റി L(t⁻1) ഇൻറ്റു ടി, ut ആണത്, പ്ലസ് ഹാഫ് കോൺസ്റ്റന്റ് ആണ്, ഡയമെൻഷണൽ ഫോർമുല നമ്മൾ എടുക്കാറില്ല, L(t⁻2) ഇൻറ്റു t². ശരിയല്ലേ? അപ്പൊ എന്തായി? ദാറ്റ് ഈസ് L(t⁻0) പ്ലസ് L(t⁻0). t⁻0 എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു L എന്ന് പറഞ്ഞാൽ L പ്ലസ് L ഈക്വൽ ടു 2L. അപ്പോൾ LHS RHS ഈക്വൽ ആയില്ലേ? അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ ഞാൻ തന്നത്. ഇനി മൂന്നാമത്തെ ഇക്വേഷൻ നോക്കാം. മൂന്നാമത്തെ ഇക്വേഷൻ ആയിരുന്നു v² is equal to u² plus 2as. v² is equal to u² plus 2as. അടുത്ത ഇക്വേഷൻ എന്തായിരുന്നു? v² is equal to u² plus 2as. v ഫൈനൽ വെലോസിറ്റി, u ഇനിഷ്യൽ വെലോസിറ്റി, a ആക്സലറേഷൻ,
എസ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എൽ ടി റൈസ് ടു മൈനസ് 1 ദ ഹോൾ സ്ക്വയർ. നമ്മൾ ഈ സീക്വൽ ടു എം സി സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്തില്ലേ, അതുപോലെ സീക്വൽ ടു എൽ ടി റൈസ് ടു മൈനസ് 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് 2 കോൺസ്റ്റന്റ് ആൻഡ് ഡയമെൻഷണൽ ഫോർമുല എടുക്കണ്ട. എൽ ടി റൈസ് ടു മൈനസ് 2 ഇൻറ്റു എൽ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ഡയമെൻഷൻ ഫോർമുല. ദെയർഫോർ എൽ സ്ക്വയർ ടി റൈസ് ടു മൈനസ് 2 ഈക്വൽ ടു എൽ സ്ക്വയർ ടി റൈസ് ടു, ഇവിടെ ടി റൈസ് ടു 1 ആണ്, ടി റൈസ് ടു മൈനസ് 2 പ്ലസ് എൽ ഇൻറ്റു എൽ, എൽ സ്ക്വയർ ടി റൈസ് ടു മൈനസ് 2. That is equal to 2 into L square t raised to minus 2. LHS RHS equal ആയി. The equation is correct. അപ്പോൾ ഇതായിരുന്നു നമ്മളെ ഡയമെൻഷണൽ അനാലിസിസിൻ്റെ ഒരു യൂസ്. ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ യൂസിങ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. അടുത്ത യൂസ് എന്ന് പറയുന്നത് to derive correct relationship between physical quantities. എന്താണ് കറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്? ഞാൻ ഇപ്പോൾ എഴുതിയിട്ടതല്ല, ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. ഇപ്പോൾ ഇ ഈസ് ഈക്വൽ ടു എം സി സ്ക്വയർ. എനർജി മാസിന്റെ പവർ 1, വെലോസിറ്റി ഓഫ് ലൈറ്റിന്റെ പവർ 2. ഇങ്ങനെ കൺവേർട്ട് ചെയ്തപ്പോഴാണ് എനർജിക്ക് ഒരു ഇക്വേഷൻ കിട്ടിയത്. അപ്പോൾ ഇതാണ് ദ റിലേഷൻ ബിറ്റ്വീൻ എനർജി ആൻഡ് മാസ് വെലോസിറ്റി. അപ്പോൾ ഇങ്ങനെ ഡിറൈവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഡയമെൻഷണൽ അനാലിസിസ് ഉപയോഗിക്കാം. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു എക്സാമ്പിൾ നോക്കാം. എൻ്റെ കയ്യിൽ ഒരു സാധനമുണ്ട്, ഞാനത് നിങ്ങളെ കാണിക്കാം. ഇത് നിങ്ങൾ കണ്ടു കാണും. ഇത് ദിസ് ഈസ് എ പെൻഡുലം. എന്താണത്? സിമ്പിൾ പെൻഡുലം. പെൻഡുലം എന്ന് പറയുന്നതിൻ്റെ ടൈം പീരീഡ് ഈ എക്സ്ട്രീം എൻഡിൽ നിന്ന് പോയിട്ട് തിരിച്ചിവിടെ വരാനുള്ള ടൈം, ഇതിനെയാണ് അതിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത്. സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് ഈ എക്സ്ട്രീം എൻഡിൽ നിന്ന് പോയിട്ട് അടുത്ത എക്സ്ട്രീം എൻഡിൽ പോയിട്ട് തിരിച്ചിവിടെ വരാനുള്ള ടൈം. ഈ ടൈം എന്തിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ടൈം പീരീഡ് ഡിപ്പെൻസ് ഓൺ പ്രൊപ്പോർഷണൽ ടു എന്ന് എഴുതാം. നമുക്ക് എന്തിനെയൊക്കെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് നോക്കാം. നോക്കട്ടെ, ഈ ലെങ്ത് ഞാൻ കുറച്ചങ്ങ് കുറച്ചു. നേരത്തെ ഇത്രയും ലെങ്ത് ഉണ്ടായിരുന്നു പോയിട്ട് വരാൻ. അപ്പോൾ ഇവിടെ പോയിട്ട് തിരിച്ചിവിടെ വരണം. ഈ ലെങ്ത് ഞാനങ്ങ് കുറച്ചപ്പോൾ വളരെ പെട്ടെന്ന് പോയിട്ട് വരുന്നു, ശരിയല്ലേ? ഈ എക്സ്ട്രീമെന്റിൽ നിന്ന് ആ എക്സ്ട്രീമെന്റിൽ പെട്ടെന്ന് പോയിട്ട് വരുന്നു. അപ്പോൾ ടൈം പീരീഡ് ഡിപ്പെൻസ് ഓൺ ലെങ്ത് എന്ന് നമുക്ക് എഴുതാം. ലെങ്ത് ഓഫ് ദ പെൻഡുലം. ഇനി ഞാൻ ഇതിൽ ഒരു വലിയ മാസാണ് കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നത് ഇരിക്കട്ടെ. മാസ് ഓഫ് ദ ബോബ്, ആ ഉണ്ടയുടെ മാസ് വളരെ വലുതാണെന്നിരിക്കട്ടെ. എങ്കിൽ ഇത്രയും സ്പീഡിൽ പോകില്ലെന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഇനി ഇത് ചന്ദ്രനിലാണ് കൊണ്ടിട്ട് ഇത്രയും ഇങ്ങനെ പെൻഡുലം മൂവ് ചെയ്യിക്കുന്നതെങ്കിൽ ഈ സ്പീഡിൽ പോകത്തില്ല. കാരണം അവിടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വ്യത്യാസമാണ്. അപ്പോൾ ഗ്രാവിറ്റി, ലെങ്ത്, മാസ്, ഗ്രാവിറ്റി, ഇതിനെ മൂന്നിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് നമുക്ക് എഴുതാം. ഓർ ടി ഈസ് ഈക്വൽ ടു, ഇവിടെ ലെങ്തിനും മാസിനും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് ഒന്നും പവർ ഇല്ല. നമ്മൾ നേരത്തെ ഈസ് ഈക്വൽ ടു എം സി സ്ക്വയർ എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. സിക്ക് സ്ക്വയർ ഒക്കെ ഉണ്ടാവും എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ ഇവിടെ നമുക്ക് അറിയാൻ വയ്യ ലെങ്തിൻ്റെയും മാസിൻ്റെയും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെയും പവർ എത്ര എന്ന് നമുക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് നമ്മൾ എക്സ് വൈ ഇസഡ് ഇട്ടു. ഇവിടുത്തെ പവർ അറിയാം, ടൈമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ എക്സും വൈയും ഇസഡും കണ്ടുപിടിച്ചാൽ നമുക്ക് എന്തായി? ഇക്വേഷനായി. അപ്പോൾ ഇക്വേഷൻ ആക്കാൻ ഞാൻ ഒരു ഈക്വൽ സൈനിൻ്റെ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഈ കോൺസ്റ്റന്റ് എക്സ്പെരിമെന്റ് നടത്തി വീണ്ടും കണ്ടുപിടിക്കുക. അത് നമുക്ക് പിന്നെ പറയാം. അപ്പോൾ എൽ റൈസ് ടു എക്സ്, എം റൈസ് ടു വൈ, ജി റൈസ് ടു ഇസഡ്, ഇതാണ് നമ്മളെ ഇക്വേഷൻ. ഇതിൽ എക്സ് വൈ ഇസഡിന്റെ വില കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എന്തായി? ഇക്വേഷനായി. ടേക്കിംഗ് ഡയമെൻഷണൽ ഫോർമുല എടുക്കാം. അപ്പോൾ ടൈമിൻ്റെ ഡയമെൻഷണൽ ഫോർമുല ടി പവർ 1
കെ കോൺസ്റ്റന്റ്, അതിന് ഡയമെൻഷണൽ ഫോമിൽ എടുക്കുന്നില്ല, ഡയമെൻഷണൽ ഫോമിൽ ഇല്ല, കോൺസ്റ്റന്റ് ആണെന്നാണ് നമ്മൾ പറയുന്നത്. അടുത്തത് ലെങ്ത്, ലെങ്ത്തിന്റെ പവർ എത്ര ഇവിടെ? എക്സ്. മാസിന്റെ പവർ എത്ര? വൈ ഇൻറ്റു എൽ ടി റൈസ് ടു -2 ദ ഹോൾ റൈസ് ടു ഇസഡ്. ശരിയല്ലേ? നമുക്ക് അതൊന്ന് സപ്ലൈ ചെയ്ത് എഴുതാം. എൽ റൈസ് ടു എക്സ്, എം റൈസ് ടു വൈ, എൽ റൈസ് ടു ഇസഡ്, ടി റൈസ് ടു -2 ഇസഡ്. ശരിയല്ലേ? അപ്പോൾ ഒരേ ക്വാണ്ടിറ്റിയാണ്, അതിന്റെ പവറുകൾ വ്യത്യാസം. അപ്പോൾ നമുക്ക് അതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ എൽ റൈസ് ടു എക്സ് പ്ലസ് ഇസഡ്, എം റൈസ് ടു വൈ, ടി റൈസ് ടു -2 ഇസഡ്. ശരിയല്ലേ? അപ്പോൾ ടി റൈസ് ടു 1 ഇസ് ഈക്വൽ ടു ഇത്രയും നമുക്ക് കിട്ടി. അപ്പൊ ഇക്വേഷൻ ആകുമ്പോൾ രണ്ട് സൈഡിലുള്ള ക്വാണ്ടിറ്റീസ് ഹോമോജീനിയസ് ആയിരിക്കണം, അതിന്റെ പവർ സെയിം ആയിരിക്കണം. അപ്പൊ എന്തായാലും നമുക്ക് ഈക്വേറ്റിംഗ് ദ പവേഴ്സ് ഓൺ ബോത്ത് സൈഡ്, രണ്ട് സൈഡിലുള്ള പവറുകൾ നമുക്കൊന്ന് ഈക്വേറ്റ് ചെയ്യാം. രണ്ടിന്റെ പവറിന്റെ സെയിം ആയിരിക്കും, അതിന്റെ പവറുകൾ രണ്ട് സൈഡിൽ ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്കിവിടെ എന്തെഴുതാം? ലെങ്തിന്റെ പവർ എടുക്കാം, എക്സ് പ്ലസ് ഇസഡ്. ഇപ്പുറത്ത് ലെങ്തിന് വല്ല പവറും ഉണ്ടോ? ഇല്ല. നമ്മൾ എന്തെഴുതും? 0 എന്നെഴുതും. ഇവിടുത്തെ മാസിന്റെ പവർ എടുക്കാം, വൈയുടെ പവർ എത്ര? വൈ ഇപ്പുറത്ത് പവർ ഉണ്ടായതിന്? ഇല്ല, 0. ടൈമിന്റെ പവർ എത്ര? എക്സ് പ്ലസ് ഇസഡ് ഇസ് ഈക്വൽ ടു 0, y is equal to 0, -2z is equal to 1. ഇപ്പുറത്ത് ടൈമിന്റെ പവർ 1. Therefore z is equal to 1 by -2 or z is equal to -1/2. ശരിയല്ലേ? വൈയുടെ വില കിട്ടി, ഇസഡിന്റെ വില കിട്ടി. ഇനി എന്താ കിട്ടേണ്ടത്? എക്സിന്റെ വില കിട്ടണം. അത് നമുക്കിത് ഈ ഇസഡിന്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്താ? എക്സ് പ്ലസ് -1/2 is equal to 0. അപ്പൊ എക്സ് എത്രയായിരിക്കും? +1/2. അപ്പോ വൈയുടെ വില കിട്ടി, ഇസഡിന്റെ വില കിട്ടി, എക്സിന്റെ വില കിട്ടി. നമുക്ക് ഈ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്തായി? എക്സിന്റെയും വൈയുടെയും ഇസഡിന്റെയും വില കണ്ടുപിടിച്ചു. അപ്പൊ എന്തായി? ടി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എൽ റൈസ് ടു എക്സ്. എക്സ് എന്ന് പറയുന്നത് ഹാഫ്, എം റൈസ് ടു വൈ, വൈ എന്ന് പറയുന്നത് 0, ജി റൈസ് ടു ഇസഡ്. വാട്ട് ഇസ് ഇസഡ്? -1/2. നമ്മളെ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്, എക്സ് റൈസ് ടു 0 എന്ന് പറഞ്ഞാൽ 1, എക്സ് റൈസ് ടു 1 എന്ന് പറഞ്ഞാൽ എക്സ്, എക്സ് റൈസ് ടു -1 എന്ന് പറഞ്ഞാൽ 1/x. എങ്കിൽ എക്സ് റൈസ് ടു ഹാഫ് എത്രയാണ്? √x ആണ്. അപ്പോൾ എക്സ് റൈസ് ടു -1/2 എത്രയായിരിക്കും? 1/√x. എത്രയാണ്? 1/√x. നമുക്ക് ഈ വാല്യൂസ് കൊടുക്കാം. ടി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു √L ഇൻറ്റു എം റൈസ് ടു 0, 1 ഇൻറ്റു 1/√g. Therefore t is equal to k into √L/g. This is the equation derived for time period of a simple pendulum. അപ്പോൾ ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം കണ്ടുപിടിക്കാൻ നമുക്ക് ഡയമെൻഷണൽ അനാലിസിസ് സഹായിച്ചു. ശരിയല്ലേ? ഞാനിതിനൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരാം, അത് നിങ്ങൾ അടുത്ത ദിവസം ചെയ്ത് കാണിക്കണം. അടുത്ത ദിവസം ചെയ്ത് നിങ്ങൾ സാറ് പറയുന്ന നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്യാൻ ശ്രമിക്കുക. പേപ്പറിൽ എഴുതി ഫോട്ടോ എടുത്തിട്ടാൽ മതി. ഞാൻ ക്വസ്റ്റ്യൻ സാറിനെ അയച്ചേക്കാം, സാറ് നിങ്ങൾക്ക് അയച്ചു തരും. ഓക്കെ. അപ്പോൾ നമുക്കിന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് ഡയമെൻഷണൽ അനാലിസിസിന്റെ യൂസസിൽ ഒന്നാമത് ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ. ഇന്ന് നമ്മളിപ്പോൾ പഠിച്ചത് ടു ഡെറൈവ് ദ കറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള യഥാർത്ഥ കറക്റ്റ് റിലേഷൻഷിപ്പ്, അതായത് ഒരു ഇക്വേഷൻ ഡെറൈവ് ചെയ്യുക. ഇതായിരുന്നു നമ്മളെ ലക്ഷ്യം. അപ്പോൾ നമ്മൾ ഇത് രണ്ടും കഴിഞ്ഞേ. അപ്പോൾ ഇതിൻ്റെ ഒരു ഹോംവർക്ക് ഞാൻ തന്നേക്കാം. ഇതിപ്പോൾ പറയുന്നില്ല, ഞാൻ തന്നേക്കാം. അത് നിങ്ങൾ ചെയ്ത് പേപ്പറിൽ എഴുതി ഫോട്ടോ എടുത്ത് അയച്ചു തന്നാൽ മതി. താങ്ക് യു.